നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ റിലേയെ പറ്റിയാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നും ഇത് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രൊട്ടക്ഷൻ ആകുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പവർ സിസ്റ്റത്തിൽ പലതരത്തിലുള്ള റിലേസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ലാച്ചിങ് റിലേ, സോളിഡ് സ്റ്റേറ്റ് റിലേ, ടൈമർ റിലേ, ഡിഫറൻഷ്യൽ റിലേ, അങ്ങനെ പലതരത്തിൽ. എന്നാൽ ജനറേറ്ററിൻ്റെയോ ട്രാൻസ്ഫോമറിൻ്റെയോ ലോക്കൽ ഉണ്ടാകുന്ന ഫോൾട്ടുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിലേയാണ് ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ റിലേയെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായി ഒരു പ്രൊട്ടക്ഷൻ സോൺ ഉണ്ടായിരിക്കും. ഈ പ്രൊട്ടക്ഷൻ സോണിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫോൾട്ടുകളെ കൃത്യമായി ഡിറ്റക്റ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തെ ട്രിപ്പ് ചെയ്യിക്കുകയും അതുകൊണ്ട് തന്നെ സിസ്റ്റം പ്രൊട്ടക്റ്റഡ് ആവുകയും ചെയ്യുന്നു. ഡിഫറൻഷ്യൽ റിലേയുടെ പ്രവർത്തനത്തെ പറ്റി നോക്കുകയാണെങ്കിൽ രണ്ടോ അതിലധികമോ ഉള്ള ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസുകൾ തമ്മിൽ താരതമ്യപ്പെടുത്തിയാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഉദാഹരണമായി ഒരു ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്ന കറണ്ടും ട്രാൻസ്ഫോമറിന് പുറത്തേക്ക് പോകുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ എത്തുന്ന കറണ്ടിനെയും പോകുന്ന കറണ്ടിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി ഫോൾട്ട് ഉണ്ടായോ ഇല്ലയോ എന്ന് കൃത്യമായി നിശ്ചയിക്കുകയാണ് ഡിഫറൻഷ്യൽ റിലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പവർ സിസ്റ്റത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു റെസ്പോൺസ് നൽകാൻ ഡിഫറൻഷ്യൽ റിലേയ്ക്ക് സാധിക്കും. ഡിഫറൻഷ്യൽ റിലേ മറ്റു റിലേകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു പ്രത്യേകതയാണ്. മറ്റു പ്രധാനപ്പെട്ട റിലേകളിൽ അവ പ്രവർത്തിക്കുന്നത് ഫോൾട്ട് വാല്യൂവിനെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു റഫറൻസ് വാല്യൂമായാണ് താരതമ്യപ്പെടുത്തുന്നത്. എന്നാൽ ഡിഫറൻഷ്യൽ റിലേയിൽ അവിടെ ഉണ്ടാകുന്ന വാല്യൂസുകളിൽ നിന്ന് തന്നെ ഫോൾട്ടിനെ ഡിറ്റക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡിഫറൻഷ്യൽ റിലേ ഇത്രയും ആക്യുറേറ്റായി പ്രവർത്തിക്കുന്നത്. ഡിഫറൻഷ്യൽ റിലേ പ്രധാനമായും 3 തരത്തിലാണ് ഉള്ളത്: കറണ്ട് ഡിഫറൻഷ്യൽ റിലേ, വോൾട്ടേജ് ബാലൻസ് റിലേ, പെർസെൻറ്റേജ് ഡിഫറൻഷ്യൽ റിലേ അല്ലെങ്കിൽ ബയാസ് ബീം റിലേ. കറണ്ട് ഡിഫറൻഷ്യൽ റിലേ എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ സോണിലേക്ക് എത്തുന്ന കറണ്ടും അതുപോലെ തന്നെ അവിടെ നിന്ന് പോകുന്ന കറണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് ട്രിപ്പ് സിഗ്നൽ കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. വോൾട്ടേജ് ബാലൻസ് ഡിഫറൻഷ്യൽ റിലേയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ടിന് പകരമായി വോൾട്ടേജിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് വോൾട്ടേജിനെ കമ്പയർ ചെയ്ത് പ്രൊട്ടക്റ്റീവ് റീജിയനിൽ ഉണ്ടാകുന്ന ഫോൾട്ടിനെ കണ്ടെത്തുന്ന റിലേയാണ് വോൾട്ടേജ് ബാലൻസ് ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഫീഡേഴ്സുകളുടെയും അതുപോലെ തന്നെ ജനറേറ്ററുകളുടെയും ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട റിലേയാണ് ബയാസ് ഡിഫറൻഷ്യൽ റിലേ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. ഇത്തരം റിലേകളിൽ പ്രധാനമായും ഒരു റീസ്ട്രെയിനിങ് കോയിലും അതുപോലെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് കോയിലും ഉണ്ടായിരിക്കുന്നതാണ്. റീസ്ട്രെയിനിങ് കോയിലുണ്ടാകുന്ന ബയാസ് ഫോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ റിലേ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ഇൻറ്റേർണൽ ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്തെ ഓപ്പറേറ്റിംഗ് കോയിലിലെ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ബയാസ് ഫോഴ്സിനെക്കാട്ടിലും കൂടുകയും സർക്യൂട്ട് ബ്രേക്കറുകളെ ട്രിപ്പാക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്തരം റിലേക്ക് ഹൈ ഇൻട്രസ്റ്റ് കറണ്ടിനെ ഹാൻഡിൽ ചെയ്യുവാനും സാധിക്കും. കൂടാതെ CT ഇറർ പോലെയുള്ള എക്സ്റ്റേണൽ ഇൻ്റർഫേസുകളിൽ നിന്നും സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇത്തരം റിലേക്ക് സാധിക്കുന്നതാണ്.